Kerala is a beautiful state. The people of Kerala are absolutely wonderful. കേരളം സ്വർഗം എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തലയുയർത്തി നിൽക്കണം. കാരണം ഞാനൊരു താജ്മഹൽ കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അവിടെ പോകാൻ എനിക്ക് ഒട്ടും മൂഡ് തോന്നില്ല. കാരണം ഇങ്ങനെ ഇപ്പോൾ അവർ പറഞ്ഞതിൽ ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തല കുനിച്ച് നടക്കണം എന്നാണ്. പക്ഷേ ഞാൻ പറയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെയും തലയുയർത്തിയാണ് നടന്നത്, ഇന്നും തലയുയർത്തിയാണ് നിൽക്കുന്നത്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഞാനൊരു 10-15 ദിവസം വേറെ സ്റ്റേറ്റ്സിലെല്ലാം പോയിട്ട് കുറേ സ്ഥലങ്ങൾ കണ്ടു. ഇത്രയും അഴുക്ക് ചാലിൽ ടോയ്ലറ്റിൻ്റെ സൈഡിൽ അതിൻ്റെ മാലിന്യം ഒഴുകുന്ന, ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് പോകുന്ന അതിൻ്റെ സൈഡിലിരുന്ന് കുക്ക് ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ കാണാം. നമുക്കും കുട്ടികളുണ്ട്, എനിക്കും കുഞ്ഞുണ്ട്, ശ്രീത്തിനുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, രാഹുൽ ഈശ്വറുണ്ട്. നമ്മളാരെങ്കിലും നമ്മളെ കുട്ടികളെ അങ്ങനെ വളർത്തുമോ? ഈ ചേരീൻ്റെ അടിയിൽ ടോയ്ലറ്റ് പോകുന്നതിൻ്റെ സൈഡിൽ കിടന്നുറങ്ങുന്നു, ആ മലമൊക്കെ അതുപോലെ അങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് ആകെ എന്തോ പറയണ്ടേ, ഈ രാജ്യം ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും വൃത്തികേട്. നോർത്ത് സ്റ്റേറ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യർ ജീവിക്കുന്നത് കണ്ട ഇതിനകത്ത് എന്തോ പറയേണ്ട, ഈ പന്നികൾ ഇങ്ങനെ ചെളിയിൽ കിടന്നിങ്ങനെ അഴുകി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതേപോലെയാണ് കുഞ്ഞുങ്ങളെപ്പോലും, അതുപോലെയാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം നമ്മുടെ മലയാളം TV ചാനലുകളിലെ ഈ അന്തിച്ചർച്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അന്തം വിട്ടിരുന്നു പോയി, അല്ലെങ്കിൽ അങ്ങോട്ട് വല്ലാതെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു പോയി എന്നൊക്കെ പറയുന്നത് ശ്രീമതി ധന്യാരാമൻ പങ്കെടുത്തൊരു ചർച്ചയായിരുന്നു ന്യൂസ് 18 കേരളത്തിൽ. BJP നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില വിവാദ പ്രസ്താവനകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു. കോടിയേരി സഖാവിനെ പറ്റി, പിണറായി വിജയനെയൊക്കെ പറ്റി വളരെ മോശമായി സംസാരിക്കുകയും ജോൺ ബ്രിട്ടാസിൻ്റെ കലിതുള്ളുകയൊക്കെ ചെയ്ത ശോഭാ സുരേന്ദ്രൻ്റെ ചില പ്രസ്താവനകളെ പിന്തുടർന്നാണ് ആ ചർച്ച നടന്നത്. സനാതനധർമ്മത്തെ എതിർക്കുന്നവർക്കുള്ള കൂലി എന്തായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രസംഗത്തിലൂടെ ചെയ്തത്. അത്രയ്ക്ക് കഴിക്കാനുമില്ല, കുടിക്കാനുമില്ല, അങ്ങനെ അങ്ങ് കിടക്കുവാണ് കുറേ മനുഷ്യർ. ധന്യരാമൻ പറഞ്ഞു വരുന്നത്, ഈ സനാതനധർമ്മത്തിന് വലിയ വില കൽപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടി ഭരിക്കുന്ന നാട്ടിലെ വിശേഷങ്ങളാണ്. അതാണ് അവർ കണ്ടതും കേട്ടതും ഈ കാണുന്നതും. ദാരിദ്ര്യത്തിൻ്റെ, കൊടിയ ദാരിദ്ര്യത്തിൻ്റെ അവർ പറയുന്നത് വളരെ ഹൃദയഭേദകമാണ്. അവർ തന്നെ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്, അവരുടെ സ്ഥിതി എന്ത് എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന പിണറായിയുടെയും കോടിയേരിയുടെയും നാട്ടിലെ കേരളത്തിൻ്റെ സ്ഥിതിയും എങ്ങനെയാണെന്ന് അവർ വികാരഭരിതയായി നമ്മോട് സംസാരിക്കുകയാണ്. പ്രത്യേകിച്ചും ധന്യാരാമൻ പ്രതിനിധീകരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ് എന്നോർക്കുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. എന്തൊരു ദാരിദ്ര്യമുള്ള രാജ്യമാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം സ്വർഗം എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കേരളം സ്വർഗം എന്ന് ഞാൻ അടിവരയിട്ട് പറയും. ഇക്കാര്യം ധന്യാരാമൻ മാത്രമല്ല പറയുന്നത്, ലോകത്തെ മറ്റ് മനുഷ്യരും പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് കേൾക്കാം. Kerala is a world-class state. Don't think of Kerala as down south. Kerala is up north of Europe. It is equivalent to Europe in the way people behave, in the way our hospitals work, in the way people's minds are, in the way our per capita is. So please don't confuse Kerala with anywhere in India. This is The answer in Kerala is particularly interesting. When I first went to Kerala, the belief I had was that Kerala had very good health outcomes because it had a legacy of a very left-wing government and communist administration. What I learned when I was in Kerala and talking to people is that Kerala it was the only place in India, the only state in India, where there was a legacy of maternal property transmission. That is, you couldn't denigrate women because they had the money. The money followed them. And this was a very important fact. Maybe the policies of a government were tacked on to this legacy that you couldn't denigrate women in this particular way. And in Kerala, what you see is that women couldn't be uneducated. You had to have high
investment in the education of women, and the kinds of investments that were made in women, in their access to education and so on, were ones that had a big impact on health. Students of Kerala come with the dignity of labor. This is something we learned in Kerala. You don't get to see this. So my pride about Kerala is that people here are literate. Why do you think Kerala has not been Modified? What makes Kerala different from the rest of us? That's a beauty about Kerala, and I think it's fantastic, and Murli can vouch for this. You can see a temple, a mosque, and a church within like 10 meters of each other, peacefully coexisting without any problem whatsoever. Am I right, Murli? There's absolutely no issue there. So, seeing what's happening to the world today, and the entire world is getting very polarized. I think Kerala is an example of a place where religion and communities can coexist so peacefully. The other മുഖ്യമന്ത്രി തലയുയർത്തി നിൽക്കണം. കാരണം ഇന്നൊരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് ഇറങ്ങിയില്ലെങ്കിൽ ആരെങ്കിലും ഒരു 10 പേര് അവിടെ 1 കിലോ അരിയെങ്കിലും കൊണ്ട് കൊടുക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ. അത്രയും സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പക്ഷേ ശരിയാണ് ധന്യരാമൻ പറയുന്നത്. ഈ കാഴ്ചകൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ അത്രയും വൃത്തികേട് എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ജീവിക്കുന്നില്ല. ഇങ്ങനെ എന്തോ മൃഗങ്ങൾ പോലും ഇതിനേക്കാളും വൃത്തിയായിട്ട് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലത്തെ അഴുക്ക് ചാലുകളുടെ ഇടയിൽ ഞാൻ അതിനെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാമറയിലോട്ട് നോക്കാൻ പോലും എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഞാനൊരു താജ്മഹൽ കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അവിടെ പോകാൻ എനിക്ക് ഒട്ടും മൂഡ് തോന്നില്ല. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ആകെ നമുക്ക് മനപ്രയാസമായിപ്പോയി. എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് തിരിച്ചു വരാനാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയ്ക്ക് മോശമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തല ഉയർത്തി നിൽക്കണം. അത് എൻ്റെ രാഷ്ട്രീയം ഞാൻ അത് ഈ സമയത്ത് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. But I'm happy about the way they cursed me after my last speech in Kerala here. All of them trolled me and said, "Don't come back to our state, go back to Kerala." I love that curse. Why wouldn't you love that curse? Because they're sending me back to heaven. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഈ കർമ്മഫല സിദ്ധാന്തം, ഈ പൊളിറ്റിക്സ്, ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിന് എപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരെപ്പോഴും അന്ധവിശ്വാസം, അനാചാരം, ഈ അസമത്വങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ കർമ്മഫല സിദ്ധാന്തം എന്ന് പറയും, കർമ്മഫലം എന്ന് പറയും. അപ്പോൾ ഒരാൾക്ക് ഒരു ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ടാണ് മരിച്ചതെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ അവർ വേറൊരു സംഭവമുണ്ട്. പാർശ്വവൽകൃതർ അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്ത മനുഷ്യർ, സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർ, ഇവരെല്ലാം ലക്ഷ്മി ദേവീൻ്റെ കടാക്ഷം കിട്ടാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത്, പൈസ ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതെന്നുള്ള അതാണ് ഇവരുടെയൊക്കെ കർമ്മഫല സിദ്ധാന്തത്തിന് വേറൊരു വേർഷൻ. ഈ രാജ്യത്തെ മനുഷ്യർക്ക് ഭൂമി കൊടുക്കാതെ, തൊഴിൽ കൊടുക്കാതെ, വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കാതെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് വരുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ പാർശ്വവൽകൃത സമൂഹം. അവരെ മഹാലക്ഷ്മി അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല, അവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് ഭൂമിയോ അല്ലെങ്കിൽ അധികാരമോ വിഭവങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് അത് ഇവരുടെ ഈ പൊളിറ്റിക്സ്, ഹിന്ദുത്വ പൊളിറ്റിക്സ് ആദ്യം അംഗീകരിക്കണം. യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ നിലനിർത്താനായിട്ട് ഈ നാടിനെ വീണ്ടും നോക്കി ഇതാ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയെ പോലെ അവിടെ കുറച്ച് ആൾക്കാർ സീക്രട്ടായിട്ട് അവിടെ പോയി അവർ ഇതൊരു വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് കൃത്യമായിട്ട് അത് അവർ ഉദ്ദേശിച്ച രീതിയിൽ അതിന് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു രാജ്യത്തെ അനാചാരത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു പൊളിറ്റിക്സിന് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ കുംഭമേളയൊക്കെ പറയുമ്പോൾ ഒരു സൈഡിൽ ഇത്രയും വലിയ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അമൃത്സർ ആ ടെമ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ സൈഡിലാണ് ഈ മനുഷ്യർ ആഹാരമില്ലാതെ കിടക്കുന്നത്. പിന്നെ എന്ത് മാറ്റം, എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഏത് പൊളിറ്റിക്സ് ഈ രാജ്യം ഭരിച്ചിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ മനുഷ്യന് കഴിക്കാൻ ആഹാരമില്ല, ചെളിയിലും മലത്തിലും കിടന്നുറങ്ങുന്ന ഇന്ത്യൻ പൗരൻ. ഇതിനെയാണോ നിങ്ങളുടെ കർമ്മഫലവും നിങ്ങളുടെ സനാതന ധർമ്മവും നിങ്ങളുടെ മനുസ്മൃതിയും ഒക്കെ ഇങ്ങനെയാണോ പറയുന്നത്? ആരോട് ചോദിക്കാൻ മാഡം? ശോഭാ സുരേന്ദ്രന്മാരോടോ? എവിടുന്നും ഉത്തരം കിട്ടില്ല. ഇത് നമ്മൾക്ക് കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. താങ്ക് യു.